ലൈനിലുള്ള ഒരാൾക്ക് ഒരു ദൈവം ഒരു നന്മ കൊടുത്തേ, നല്ലൊരു വീടും വില കൂടിയ കാറും അല്ലെ ചുറ്റുപാടും കൊടുത്ത ഈ പ്രാർത്ഥിച്ചവർ തന്നെ പറയും എങ്ങനെ ഒപ്പിച്ചു? ലൈനിലിരുന്ന പുള്ളിക്കാര് തന്നെ ഇതാ ലൈൻ. ഉടനെ വേറൊരു ലൈൻകാരി പറഞ്ഞു ആരെയും കമത്തി അടിച്ചതായിരിക്കും. ഉടനെ വേറെ ലോണാന്നോ? ആ മറ്റേ പുള്ളിയോട് കൂടെ പറ്റി നിൽക്കുക, പുള്ളിയെ ചതിച്ചതാന്നാ. നിങ്ങൾ ഇപ്പോൾ പമ്മി ഇരിക്കുക, ഒന്നും അറിയാൻ മേല, എല്ലാം ഗബ്രിയേലും മീഖായേലും വന്നിരിക്കുക യോഗത്തിന്. ഇതെല്ലാം ലൈൻകാർ പറയുന്നതാ. അസൂയ ഉണ്ടെന്ന് ഒരാളൊരു നല്ല വീട് വെച്ചേ ഉടനെ നമ്മൾ പറയാം ലോണാന്ന് തോന്നുന്നു. ഇല്ല പുള്ളി ലോണാണ്, മുറി അധികം ഇല്ലല്ലയോ. ഇതിലെ അസൂയ എന്ന് വരുന്ന ഡയലോഗാ. ഉടനെ വേറെ കിച്ചൺ പോരാ. പ്രാർത്ഥിക്കുന്നവരാ ഇതെല്ലാം പറയുന്നത്, മറുഭാഷ പറയുന്നവരാ. സൗകര്യക്കുറവല്ലയോ? ഇതൊന്നും നല്ല മനസ്സോടെ പറയുന്നതല്ല, അകത്ത് മുഴുവൻ അസൂയ ഇരിക്കുക. അതെ, ഇനി ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി ശുശ്രൂഷകരെയും കൊടുക്കാം. നമ്മൾ പെന്തിക്കോസുകാരല്ലേ, ഒരു ദൈവദാസൻ, അത് നാട്ടിലെയോ ഇവിടത്തെയോ ആരുമാക്കട്ടെ, നന്നായിട്ട് ആത്മനിറവിൽ പരിശുദ്ധാത്മ ശക്തിയിലൊന്ന് ശുശ്രൂഷിക്കട്ടെ. ഉടനെ നമ്മുടെ ആൾക്കാർ പറയും സേവയുണ്ടെന്നാ തോന്നുന്നത്. നീ പ്രാർത്ഥിച്ച ഒരു പരട്ടച്ചൊറി പോലും സൗഖ്യമാകുന്നില്ല. എടേ അവൻ പ്രാർത്ഥിച്ച് ദൈവം അങ്ങ് അത്ഭുതം ചെയ്യട്ടെ. നമ്മൾ പറയുന്നത് അറിയോ, സേവയുണ്ടെന്നാ. എന്നോടൊരിക്കൽ ഒരാളെ പറ്റി പറഞ്ഞു പുള്ളിക്ക് സേവയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സേവയുണ്ട്, കാരണം പുള്ളി കർത്താവിനെ സേവിക്കുന്ന നന്നായിട്ട് സേവയുള്ള ആളാന്ന് പറഞ്ഞു. ഞാൻ ആ ഭാഗത്ത് ഇതല്ലേ അസൂയെന്ന് വരുന്ന സംസാരങ്ങളാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് കോപം നിറഞ്ഞാൽ ആ നിറയപ്പെട്ട കോപത്താലാണ് ആ വ്യക്തി നടത്തപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് അസൂയ നിറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട അസൂയയാൽ നടത്തപ്പെടും. അങ്ങനെയെങ്കിൽ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഒരു വ്യക്തി ആത്മനിറവുള്ള വ്യക്തിയാന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടും. ഇന്ന് രാത്രി നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവേലാണെന്ന് തന്നെത്താൻ ശോധന ചെയ്തോണം. ആത്മനിറവുണ്ടെന്ന് മനസ്സിലാകുന്നത് നിറയപ്പെട്ട ആത്മാവിനാൽ നടത്തപ്പെടും. ഇടയ്ക്ക് കയറി പറയാം ഒരു വ്യക്തിക്ക് ആത്മനിറവുണ്ടെന്ന് എങ്ങനെ അറിയുന്നേ? ഒറ്റവാക്കി പറയാം, ആ വ്യക്തിയിൽ ആത്മാവിന്റെ ഫലം കാണണം, കണ്ടിരിക്കും. നിറയപ്പെട്ടത് ദൈവാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവാത്മാവിന്റെ ഫലം ആ വ്യക്തിയിൽ കാണും. വീണ്ടും ആവർത്തിക്കുക, ആവർത്തന വിരസതയാ കൂടുതലും. പിണങ്ങാതിരിക്കാമെങ്കിൽ പറയാം, പലരിലും വ്യാപരിക്കുന്ന ദൈവാത്മാവല്ല. അല്ല 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 തെളിവ് ആത്മാവിന്റെ ഫലം കാണുന്നില്ല. വരം മിക്കവരിലും കാണുന്നുണ്ട്, വരമുണ്ട്, അതാണല്ലോ കൂടുതലും. പക്ഷേ ഫലം കാണുന്നില്ല. ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം, പരിശുദ്ധാത്മാവിന് നിറവിനെ പ്രാപിച്ച നിന്നിൽ ദൈവാത്മാവിന്റെ ഫലം കാണണം. ഫലത്തെ പറ്റി ഒന്നും പറയണ്ട, നിങ്ങൾക്കറിയാം, മനപ്പാഠമാ. ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. 9 കാര്യം അവിടെ. സിംഹഭാഗം ആൾക്കാരിലും ദൈവാത്മാവല്ല. കാരണം ഇത്രേ ഉള്ളൂ, ആത്മാവുണ്ട് പക്ഷേ ഫലം കാണുന്നില്ല. ആത്മാവിന്റെ ഫലം ആദ്യത്തതാ എന്തുവാ? സ്നേഹം. അടുത്തിരിക്കുന്ന വിശ്വാസിയോട് കൈയും കൊടുക്കുന്നില്ല, മിണ്ടുന്നില്ല, മറുഭാഷയ്ക്ക് ഒരു കുറവില്ല. ദൈവാത്മാവല്ല. പണ്ട് AG ശോഭയിൽ പറഞ്ഞായിരുന്നു പപ്പുള്ളയുടെ ആത്മാവാണ്. ആയിക്കോട്ടെ, നിനക്ക് കൂട്ടു സഹോദരന് കൈ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹോദരങ്ങളോട് മാന്യമായിട്ട് ഇടപെടുവാൻ, സ്നേഹിപ്പാൻ, സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രാപിച്ചത് ദൈവാത്മാവല്ല. കൊരിന്ത്യലേഖനം 13 ഞാൻ പഠിപ്പിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിച്ചേച്ചിരിക്കുക. നിങ്ങളെല്ലാം പഠിച്ചേച്ചിരിക്കുകയാണല്ലോ.
ഇപ്പം ഇരിക്കുന്നത് നിങ്ങൾ ബലപ്പെടാനിരിക്കല്ല, ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ എന്നാ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പോൾ എല്ലാം സഹിക്കുന്ന, ക്ഷമിക്കുന്ന, പൊറുക്കുന്ന ആ സ്നേഹം, ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കണം. അതാ കാൽവറിയിലെ സ്നേഹം, യേശുവിൻ്റെ സ്നേഹമല്ല. പണ്ടൊരു ഉപദേശം പറഞ്ഞത് ഞാൻ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഈ ദൈവസ്നേഹം ആരുടെയും കയ്യിലില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത്, സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ടെന്ന്. ഇവിടെയുണ്ട്. ദൈവസ്നേഹം ആരുടെയും കയ്യിൽ ഇല്ല. അദ്ദേഹം പറഞ്ഞത് കടമെടുക്കുക, സ്നേഹം പോലെ ഒരു സാധനം എല്ലാവരുടെയും കയ്യിലുണ്ട്, നിങ്ങളുടെ എല്ലാം കയ്യിലുണ്ട്, ഉണ്ട്. അപ്പം അദ്ദേഹം ആ സാധനത്തിന് കൊടുത്ത പേര്, അതിൻ്റെ പേരാണ് ഇഷ്ടം. ഇഷ്ടം അതിൻ്റെ പ്രത്യേകത, എന്നോട് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടം, നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടം. ചെല്ല് പറയുന്നത് കേട്ടിട്ടില്ലേ, ഓ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്കും അങ്ങനെ ഇഷ്ടമൊന്നും അല്ല. എന്നാൽ ദൈവസ്നേഹം അതല്ല. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടണം, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ. ഇതാണ് കാൽവറിയിലെ സ്നേഹം. അതാണ് സാക്ഷാൽ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ മഹത്വം. ഒരു കാലത്ത് ഈ മാർഗം, ഈ സുവിശേഷം, യേശുവിൻ്റെ മാർഗം, യേശുവിനെ നമുക്ക് ഇഷ്ടമല്ലായിരുന്നു പലർക്കും. ലഘുലേഖ തന്നപ്പോൾ, സുവിശേഷം പറഞ്ഞപ്പോൾ, യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ, നിർമ്മല സുവിശേഷം പറഞ്ഞപ്പോൾ, ദൈവദാസന്മാർ, ദൈവമക്കൾ അടുത്ത് വന്നപ്പോൾ, സുവിശേഷം പറയാൻ വന്നപ്പോൾ, ലഘുലേഖ തന്നപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ, അതെല്ലാം നമ്മൾ തിരസ്കരിച്ചവരാ. അവരെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും പഴിച്ചും നിന്ദിച്ചും അവരെ തട്ടിക്കളഞ്ഞേച്ച് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഓടിപ്പോയതാണ്. ഈ മാർഗം വേണ്ട, ഈ കാര്യങ്ങൾ വേണ്ട, നമ്മൾ തട്ടിക്കളഞ്ഞേച്ച് എൻ്റെയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഓടിപ്പോയതാണ്. എന്നാൽ പോയവൻ അതിലെ പോകട്ടെന്നും പറഞ്ഞ് യേശു പോയില്ല. ഞാനും നിങ്ങളും പോയ നമ്മുടെ പിന്നാലെ നമ്മളെ തേടി വന്നു. അങ്ങനല്ലേ അതിൻ്റെ പരമാർത്ഥം? പോയവൻ, എൻ്റെ ഭാഷ പറയാം, പോയവൻ അതിലെ ഒരു പോക്ക് പൊക്കോട്ടെന്ന് കണ്ടില്ല. ഞാനും നിങ്ങളും പോയ ആമൻ നമ്മുടെ പിന്നാലെ ഈ സ്നേഹം നമ്മെ തേടി വന്നു. അഴമരായി വന്നിന് ആരറിവോ, ആയിരം നാവുണ്ട് നാലും ഞാനിതു ചൊൽവതിനാമോ, ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെള്ളുതോ. ഏതും ഒരംശം ഉരച്ചിടുവാൻ പരിധിലാർക്കെള്ളുതോ. സ്നേഹമിതാൽചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ദൈവ കുഞ്ഞാടെ നിൽ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാ. ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മന്നിലൻ വേലയു തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. മന്നിലൻ വേലയു തീർത്തിടുവാൻ എന്നെയൊരുക്കണമേ. സ്നേഹമിതാൽചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവസ്നേഹം, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ബഹുമാന്യരോട് പറയാ, നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും നീ സ്നേഹിക്കണം.
നിനക്ക് കൈ തന്നില്ലെങ്കിൽ നീ കൈ കൊടുക്കണം. നിന്നോട് മിണ്ടിയില്ലെങ്കിൽ നീ കയറി മിണ്ടണം. അതാണ് ദൈവസ്നേഹം, അത് ആത്മാവിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. ഈ ചെറുടെ പ്രകൃതി കണ്ടിട്ടുണ്ടോ? അവരാദ്യം കാണാം, എന്നിട്ട് പമ്മി ഇരിക്കും കാണാത്ത രൂപത്തിൽ. ഇവനൊന്നും ഗുണം വന്നവനല്ല. അല്ലല്ല. പൊന്നച്ചൻ അങ്ങനത്തെ അനുഭവം വല്ലതും ഉണ്ടായിട്ട് കാണും. ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. സത്യം പറ ഇല്ലേ അച്ഛൻ? ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ലേ? അങ്ങ് തുറന്ന് പറ. അത് എനിക്കിഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ പറയും. അവർ നമ്മളെ ആദ്യം കണ്ടു, എന്നിട്ട് പമ്മി ഇരിക്കുക കുറുക്കനിരിക്കും പോലെ. ഇടയ്ക്കിടയ്ക്ക് മാലക്കണ്ണിട്ട് നോക്കും. ഇങ്ങോട്ട് വന്ന് വിളിക്കുമോ ഇല്ല? അതൊന്നും ശരിയായ നടപടിയല്ല. ആദ്യം കാണുന്നവർ വിളിക്കുക. ആദ്യം കാണുന്നവർ അതതിൻ്റെ മര്യാദ. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേക എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അനന്തരം ലിയോ TPM പാസ്റ്റർ പ്ലസൻ. ബാക്കി ഞാൻ പിന്നെ പറയാം. അപ്പൊ ശ്രദ്ധിക്കുക. ഇവിടെ പട്ടി ഇപ്പോൾ ഉണ്ടോ? അവിടെ പട്ടി, വലിയ പട്ടി, ബെൽറ്റ് ഇട്ട് മുറിക്കിയത്, അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കണം. മസില് പിടിച്ചിരിക്കരുത്. അവൻ ഇങ്ങോട്ട് തന്ന് കൈ തരട്ടെ, എന്നെ കണ്ടു വിളിക്കട്ടെ, ഞാൻ വൈസ്രോയ്യ, ഞാൻ മൗണ്ട് ബാറ്റൺ പ്രഭുവാ. എടാ, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. എത്ര എണ്ണം നമുക്ക് മുൻപേ കടന്നുപോയി. ഞാൻ സങ്കടത്തോടാണ് ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല. അവർ കോവിഡിനോടുള്ള ബന്ധത്തിലൊക്കെ പലരും കടന്നുപോയി. ആമൻ, വളരെ ദുഃഖമുണ്ട്. നമ്മളെക്കാൾ മിടുക്കന്മാർ, ഉന്നതന്മാർ, സേട്ടന്മാർ, കഴിവുള്ളവർ ആമൻ മാറ്റപ്പെട്ടപ്പോൾ നമ്മുടെ വിശുദ്ധി കൊണ്ടോ വേർപാട് കൊണ്ടോ പ്രാർത്ഥനയുടെ നൈപുണ്യം കൊണ്ടോ നിന്റെ കഴിവ് കൊണ്ട് നിന്നതല്ല. ദൈവത്തിന്റെ മഹാകരുണയാ, ദൈവത്തിന്റെ ദയ. ഇന്ന് രാത്രി കയ്യും കെട്ടി ആള് കളിച്ചു വായും പൂട്ടിയിരിക്കാതെ ദൈവത്തിന്റെ മകത്വം കൊടുക്കോ. സ്തോത്രം ചെയ്വി. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആധാരം തരുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ നിന്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടോ വിശുദ്ധ ജീവിതം കൊണ്ടോ നിന്നതല്ല. ദൈവത്തിന്റെ മഹാ കൃപയാ. ഇന്ന് രാത്രി ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക. ദൈവത്തിന്റെ പൈതല്, ദൈവം നിനക്ക് ആയുഷ് നൽകി, ദൈവം നിനക്ക് ആരോഗ്യം നൽകി, ദൈവം നിനക്ക് ബലം നൽകി. ഇന്ന് രാത്രി കൂടെ വരുവാൻ ദൈവം കൃപ ചെയ്തു. ആഴ്ചയിൽ നമ്മെ ഓർത്തരിച്ചല്ലോ, വീഴ്ചയെന്നിയേക തോമനിച്ചല്ലോ, വൈരികിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ. ധൈര്യമായി നാമൂക്കും പാടിടാമല്ലോ, താൻ നല്ലവനല്ലോ, ദയ താൻ നല്ലവനല്ലോ, സ്തുതിയെന്നും അവന് താൻ ഉന്നതനല്ലോ, കൃപ ഉണ്ടല്ലോ, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ. ദൈവത്തിന് മഹിതം കൊടുക്കാം. അപ്പൊ ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടും. ഒരു കാലത്ത് നമുക്ക് ഈ മാർഗം ഇഷ്ടമല്ല, നമ്മുടെ ഇഷ്ടത്തിന് ഇത് കേട്ടിട്ട് ഓടിപ്പോയപ്പോൾ പോയവനതിലേ പോകട്ടെന്ന് പറഞ്ഞു യേശു പോയില്ല. ഞാനും നീയും പോയ പിന്നാലെ നമ്മളെ തേടി വന്ന ദൈവസ്നേഹം. ഒരു കണ്ണിന് പോലും ദയലോനാതിരുന്നപ്പോൾ എല്ലാവരും വെറുക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, തള്ളപ്പെട്ട് പാപത്തിന്റെ പടികുടിയിൽ സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിന്റെ ആടുകളായി മൃത്യു നമ്മെ മേയിച്ചിരുന്ന കാലത്തിൽ നിന്ന് കാൽവരിയിലെ സ്നേഹം നമ്മെ തേടിയെത്തി. കാൽവരിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു, ഒരുവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അവിടുത്തെ തിരുരക്തത്താൽ നമുക്ക് പാപമോചനവും വീണ്ടെടുപ്പും നൽകി നമ്മളെ രക്ഷിച്ച ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കാൽവറിയിലെ സ്നേഹം, കാൽവറിയിലെ സ്നേഹം. അവിടുന്ന് രക്തം നമുക്ക് വേണ്ടി ചീന്തി, അവിടുന്ന് നമുക്ക് വേണ്ടി ജീവനെ തന്നു, നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒന്ന് രണ്ട് കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ബാക്കി ദൈവം എന്ന് വെച്ചാൽ നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ കർത്താവ് അവസരം തരികയാണ്. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കും. നമ്മുടെ പിന്നാലെ വന്നു. രണ്ട്, ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത, ഈ ദൈവസ്നേഹം അകത്ത് വന്നാൽ വല്ലതും കൊടുക്കാൻ തോന്നും, കൊടുക്കാൻ തോന്നും, കൊടുക്കാൻ. നമുക്ക് ദൈവസ്നേഹം വരുമ്പോൾ എടുക്കാനാ തോന്നുന്നത്. പണ്ട് ഉപദേഷ്ടാ പറഞ്ഞു സ്വോത്ര കാഴ്ച എടുക്കാമെന്ന്. പുള്ളി എടുത്തുകൊണ്ട് വീട്ടിലങ്ങ് പോയി. രാഴ്ചാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചു. പുള്ളി അങ്ങനെല്ലായിരുന്നു, എടുത്തോണ്ടങ്ങ്. അപ്പോൾ ചേച്ചി തന്നെ എടുക്കാനാ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞു. സ്വോത്ര കാഴ്ച എടുത്തു, പുള്ളി എടുത്തു. അപ്പൊ ദൈവസ്നേഹം അകത്ത് വന്നാൽ കൊടുക്കാൻ തോന്നും. തെളിവ്, മാനവജാതിയോട് ദൈവത്തിന് സ്നേഹം തോന്നി. പാപത്തിന്റെ വടുകുടിയിൽ കിടക്കുന്ന മനുഷ്യവർഗത്തോട് പിതാവായ ദൈവത്തിന് സ്നേഹം തോന്നി. ആ സ്നേഹം പിതാവിന്റെ തിരുഹൃദയത്തിൽ വന്നപ്പോൾ പിതാവിനൊരു കാര്യം മനസ്സിലായി, ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യവർഗത്തിന് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ഒന്ന് കൊടുത്തവരെ തൃപ്തിപ്പെടുത്താനല്ല, ദൈവസ്നേഹം അകത്ത് കയറിയാൽ ഏറ്റവും നല്ലതിനെ കൊടുക്കും. അതുകൊണ്ട് അവന്റെ ഓമന കുമാരന് ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി തന്നത്. എല്ലാവർക്കും മനഃപ്പാഠമായ വാക്യമായ യോഹന്നാൻ 3:14, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹം അകത്തോട്ട് കയറിയാൽ കൊടുക്കാൻ തോന്നും. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല, ഏറ്റവും നല്ലതിനെ. അതുകൊണ്ടാണ് തന്റെ ഓമനകുമാരന് നമുക്ക് വേണ്ടി തന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാ, ഞാൻ സ്നേഹിക്കുന്നവരാ. അങ്ങനെ സ്നേഹിക്കുമ്പോൾ കൊടുക്കണം, കൊടുക്കണം. എന്തോ കൊടുക്കണം. പക്ഷേ ഞാൻ കൊടുത്തായിരുന്നു 50 രൂപ സ്വോത്ര കാഴ്ച, ചുരുട്ടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൊടുക്കാനേ കാശൊന്നും ദൈവത്തിന് വേണ്ട. ഇത് പിന്നെ ചിലവിന് വേണ്ടിയാ. ചില പറയാം, ഞാൻ ദൈവത്തിന് വേണ്ടി 10 സെൻറ്റ് സ്ഥലം 5 ഏക്കർ ഉള്ളവനാ, 10 കൊടുത്തേച്ച് ശീലാന്തിയെ കയറിയിരിക്കുക. അതിൻ്റെ ആധാരം ഇതുവരെ എഴുതി കൊടുത്തിട്ടും ഇല്ല. സ്ഥലമൊന്നും പറഞ്ഞില്ല. ഹോളിൻ്റെ പകുതി തള്ളയുടെ പേര്, പകുതി ചർച്ചിൻ്റെ പേര്. പൊളിക്കാനും വെക്കുകയില പണിയാനും. എന്നിട്ട് തള്ള ഒരു കസാര ഇട്ട് കുളക്കോടി ഇരിക്കുമ്പോൾ ഇരിക്കുക. എവിടാന്ന് എന്നോട് ചോദിക്കരുത്. ഇങ്ങനെ കൊടുക്കുന്നത് ചിലർ. എന്തെങ്കിലും ഒന്ന് കൊടുക്കാനല്ല. അതാ നല്ലത്. സ്തോത്രം. കാരണം പുള്ളി ഇനിയും വേറെ ഒന്നും പറയരുതെന്നായിരിക്കും പ്രാർത്ഥന. ദൈവത്തിൻ്റെ മഹത്വം. നല്ല കാര്യം. എന്തെങ്കിലും കൊടുക്കുകയല്ല, ഏറ്റവും നല്ലതിനെ കൊടുക്കണം. ദൈവം തമ്പുരാനും തിരുഹിതമുണ്ടായി തൻ്റെ പുത്രനെ കൊടുത്തു, നമുക്ക് വേണ്ടി ജീവനെ തന്നു. ഏറ്റവും നല്ലതിനെ നമ്മൾ കൊടുക്കേണ്ടത് വസ്തുവും കാശും ഒന്നുമല്ല, നമ്മളെ അങ്ങ് കൊടുത്തേക്കണം. കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ല, ഇന്ന് രാത്രി എന്നെ തരിക, എനിക്ക് എന്നെ നിനക്ക് തരിക. ഒരു സമർപ്പണം. 8:59 നിർത്തുക, മതി. ചിലക്ക് എന്നെപ്പറ്റി ഒരു ധാരണ, എനിക്ക് ബോധവും വെളിവൊന്നുമില്ലെന്നാ. 9 നിർത്താനാ പറഞ്ഞ. 8:59 മതി, അത് മതി. ഗുണവാകാനാന്ന ഇത് മതി, ഇത് മതി. ഇത് തന്നെ കൂടുതലാണ്. ഇന്ന് രാത്രി നമ്മയൊന്ന് കൊടുക്ക്, ഒന്ന് കൊടുക്ക. താവേ, പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, വസ്തു ഒന്നുമില്ല, എന്നെ നിനക്ക് നല്ലവണ്ണം ഇത്രയേ അങ്ങ് തരിക. എല്ലാവരും ഒരു സമർപ്പണത്തോടെ, ഇനി എനിക്ക് ആയുസ്സ് ആരോഗ്യ അവസരം തന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രം. ആ പഴയ പാട്ടിൻ്റെ ഒരു ചരണം പാടി ഇന്ന് രാത്രി നിർത്താം. മുറ്റുഞ്ഞാൻ താരും നീതാ പൂനീഷേ മുഴുവൻ ദേഹം ദേ ഈ സമസ്തം
എന്നേക്കും നിന്റെ ദേഹം ഈ സമസ്തം എന്നേക്കും ശരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി കുമ്പിടുന്നു രക്ഷിക്ക നമുക്ക് ഈ സമർപ്പണത്തോട് ഇന്ന് രാത്രി പിരിയാം. അവിടുന്ന് അനുവദിച്ചാല് നാളെയും മറ്റന്നാളും വിശേഷമുള്ള ഭാഗം ദൈവകൃപയിൽ ശരണപ്പെട്ട് ചിന്തിക്കാം. അലസച്ചായനും മറ്റനേക പ്രിയപ്പെട്ടവർ പേരായിട്ട് വന്ദനം ചൊല്ലണമെന്നുണ്ട്. എങ്കിലും സമയത്തെ ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ മഹാകൃപ കൊണ്ടും നിങ്ങളെ പോലുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് ഒന്നിച്ചു കൂടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank God for the blessed message tonight. God delivered. Hallelujah. Praise the Lord. Not only by namesake we are spiritual people, we have to do it in our action. Whatever you believe, you put in the action. Praise. Then the world know you are a child of God. People will ask you who you are, which church you go. My dear, we have to live like a Pentecostal people, not just carnal people. I'm telling you, just it's a time. Days are evil. Use time wisely. Hallelujah. ഇന്ന് രാത്രികാലം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിപ്പി. We are living in the evil days. Let the Pentecost, let we go back to the first love. We are a children of God. നാളത്തെ വീരം കൂടെ യോഗവീരം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയാണ്. നാളെ രാവിലെ 10 മുതൽ 12 വരെ ഇപ്പോഴത്തെ റെജിമെൻ്റിൻ്റെ വീട്ടിൽ രാവിലെ ഞങ്ങൾ തുടർച്ചയായി കുറേ പേര് അവിടെ കൂടി പ്രാർത്ഥിക്കും. ഈ 3 കർത്തദാസന്മാർ നാളെ ഉണ്ടായിരിക്കും. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ആർക്കെങ്കിലും വരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ അഡ്രസ്സ് തരാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ദി ഡേയ്സ് ആർ ഈവിൾ. നാളെ വൈകിട്ട് 6:30 മുതൽ 9 മണി വരെ യോഗം. 7:30 തന്നെ കർത്തദാസന് ഞാൻ മൈക്ക് കൈമാറുന്നതായിരിക്കും. 1.5 മണിക്കൂർ കർത്തദാസൻ വചനം ശുശ്രൂഷിക്കും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി കടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. Let us live like Pentecostal people. Let us love each other. That come out of the denominational spirit. Oh, hallelujah. AG അല്ലാത്തതുകൊണ്ട് ഞാൻ പോകത്തില്ല. IPC അല്ലാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല. No, nothing like that. As I said the example, we are the children of God. Born again, spirit-filled, washed by the blood. ദൈവമക്കളെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇത് രാത്രികാലം പ്രാർത്ഥനയോടുകൂടെ നമ്മൾക്ക് കടന്നു പോകാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് മാത്യു മുന്നോട്ട് വന്ന് അടുത്ത ആഴ്ച അദ്ദേഹത്തിൻ്റെ ചർച്ചിലാണ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്ന് രാത്രികാലം കടന്നു പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ അനുഗ്രഹിച്ചാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവസ്നേഹത്താൽ നിറയുവാൻ കർത്താവിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി, ആത്മാവ് നിറഞ്ഞവരായി, സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലം ഒരു പുതിയ തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട രാത്രി കാലത്തിനായി ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. വിവിധ സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഈ ആലയത്തിൽ കടന്നു വരുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ ആരാധിപ്പാനും നിന്റെ ദാസനിൽ കൂടെ കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായി ഇന്ന് രാത്രികാലം ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. നിത്യസ്നേഹത്താൽ നീ ഞങ്ങളെ സ്നേഹിച്ചു കർത്താവെ. നീ ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ കർത്താവെ ലോകസ്ഥാപനത്തിന് മുമ്പേ നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത് കർത്താവ് മക്കളും അവകാശികളുമാക്കി വെച്ചിരിക്കാൻ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയാണ്. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകൃപധാരണമായി വ്യാപരിക്കണം കർത്താവെ. അവിടെ ആവശ്യങ്ങൾ മുഖത്തിൻ്റെ അത്ഭുതകരം നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് തന്നെ ആവശ്യമായിരുന്നാലും കർത്താവ് നീ സകലത്തിനും മതിയായ ദൈവമായി അവിടുന്ന് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് രോഗികളായി കഴിയുന്നവർക്ക് സൗഖ്യം കൊടുക്കുമാറാകണമേ. സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറാകണമേ. ആത്മീയമായ കർത്താവ് മാനസികമായി സംഘർഷങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ദൈവീയ സമാധാനത്താൽ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദിവസങ്ങളിലായി ഞങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരായി, അന്യോന്യം കരുതുന്നവരായി, അന്യോന്യം പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വനസൂക്ഷിൻ്റെ ദാസനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അവിടുന്ന് ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കൊടുത്തിരിക്കുന്ന സൗഖ്യത്തിനായി, വിടുതലിനായി ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. കർത്താവേ സമയൽ കുറിച്ച് പാസ്റ്റർക്കായി സ്തോത്രം. എൻ്റെ ദാസനെ അവിടെ ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. തുടർന്ന് എല്ലാ ശുശ്രൂഷകളിലും ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഇടയാക്കുമാറാകണമേ. കർത്താവെ സ്തുതിക്കുന്നു. ഞങ്ങളെ മുറ്റുമായി അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം, ബലപ്പെടുത്തിയിരിക്കുക സ്തോത്രം. യേശുവിൻ്റെ അതിമഹത്തുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടാക്കിയേക്കണം സ്വർഗീയ പരമപിതാവേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും